നാളെ രാവിലെ ഹോംവർക്ക് ചെയ്താളാം മമ്മ എന്ന് പറഞ്ഞ് ഇന്നലെ നേരത്തെ കയറി കിടന്ന ആളാണ്. ഞാൻ വിളിച്ചപ്പോൾ ഇതാ തിരിഞ്ഞു കളഞ്ഞ് വീണ്ടും ഉറങ്ങുക. പിന്നെ ഓരോ തരത്തിൽ എഴുന്നേപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് ഫ്രഷാക്കി കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. എഴുതാനായിട്ട് തുടങ്ങുമ്പോൾ ഓരോരോ കഥകൾ പറയാൻ തുടങ്ങും സ്കൂളിൽ. പിന്നെ ഒരു 1.5 മണിക്കൂർ കൊണ്ടാണ് എഴുതി തീർക്കുന്നത്. ഇതിന് മാത്രം എഴുതാനും പഠിക്കാനും വായിക്കാനും ഒക്കെ LKG പഠിക്കുന്ന കുട്ടിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ പഠിക്കാനും എഴുതാനും ഒക്കെ ഉണ്ട്. നമ്മൾ പഠിച്ച സമയത്തെ പോലെയല്ല, ഇഷ്ടം പോലെ ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട്. ആ സമയത്തേക്ക് എൻ്റെ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അത് ഊറ്റിയിട്ട് കുറച്ച് ഏത്തപ്പഴം ഫ്രൈ ആക്കാൻ ഇട്ടേക്കുവാണ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ്. ഉപ്പുമാവും ഏത്തയ്ക്ക ഫ്രൈ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ അത് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള ഉപ്പുമാവിനുള്ള സവാളയൊക്കെ വഴറ്റി, പിന്നെ പച്ചക്കറി കറിയായിട്ട് കുറച്ച് പൊട്ടറ്റോ ഫ്രൈ ആക്കാനായിട്ട് ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. വീട്ടിൽ എന്താണോ പച്ചക്കറികൾ അത് വെച്ചിട്ട് രാവിലെ ഞാൻ കറി ഉണ്ടാക്കും. തലേ ദിവസമൊന്നും പ്ലാൻ ചെയ്ത് വെക്കാനും അരിഞ്ഞു വെക്കാനും ഒന്നും എനിക്ക് സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. ചമ്മന്തി അരച്ചു, പിന്നെ മോര് കാച്ചിയത് ഉണ്ടാക്കുവാണ്. അപ്പോഴത്തേക്കിന്ന് ചോറ് വെന്തു, പൊട്ടറ്റോ ഫ്രൈ ആക്കി, ചമ്മന്തി അരച്ചു, ഉപ്പുമാവ് ഉണ്ടാക്കി, ബനാന ഫ്രൈ ചെയ്തു, ബാക്കി പൊട്ടറ്റോ ഫ്രൈ ആക്കാനും ഇട്ടിട്ടുണ്ട്. ഈ സമയം ചോറ് വെന്തത് ഇച്ചിബിയുടെ ടിഫിൻ ബോക്സിലേക്ക് ആക്കുവാണ്. ഞാൻ അവന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി വെക്കുന്നുണ്ട്. പിന്നെ ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും ഇപ്പോൾ വേണ്ട, അപ്പോൾ പിന്നെ ചമ്മന്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ആർഭാടത്തിന് കുറച്ച് പൊട്ടറ്റോ ഫ്രൈയും കൂടെ വെക്കുവാണ്. അതും വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സ് സെറ്റായിട്ടുണ്ട്. ഇനി സ്നാക്സിലേക്ക് കുറച്ച് ബിസ്ക്കറ്റും വെള്ളമൊക്കെ എടുത്തു. പിന്നെ കുറച്ച് മീൻ ഉണ്ടായിരുന്ന വറുക്കാനായിട്ട് ഇട്ടിട്ട് ഞാൻ എനിക്കുള്ള ടിഫിൻ ബോക്സ് എടുക്കുവാണ്. മോരുകറി വെച്ചു, പൊട്ടറ്റോ ഫ്രൈ വെച്ചു, ചമ്മന്തി വെച്ചു. പിന്നെ ഇന്ന് എന്തോ മീൻ കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാനതുകൊണ്ട് ഒരു ഓംലേറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ലഞ്ച് ബോക്സും സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇച്ചിപ്പി ഇവിടെ കുളിച്ച് ഫ്രഷായി റെഡിയായി വന്നിട്ടുണ്ട്. നേരെ സ്കൂളിലേക്ക് പോകും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ടാറ്റാ ബൈ ബൈ.